മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും സഞ്ചരിച്ച കാർ KSRTC ബസിന് കുറുകെ ഇട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണ് കാർ കുറുകെയിട്ട് KSRTC ഡ്രൈവറുമായി തർക്കമുണ്ടായത്. ഇതാണ് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ. മേയർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, റോഡ് അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് നടപടിയിലേക്ക് പോയിട്ടില്ല, കാർ ഇട്ടിട്ടില്ല, റെഡ് സിഗ്നലിലായിരുന്നു ആ സമയം എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ വാദങ്ങളൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതേസമയം തർക്കമുണ്ടായതെന്നും ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് ചോദ്യം ചെയ്തതെന്നും ആര്യയുടെ വിശദീകരണം വരികയാണ്. അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ അതിൽ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥത ഞങ്ങള് അവിടെ അദ്ദേഹത്തിനോട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് നിയമപരമായി അതിനെ നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട്, ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസായിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിലേക്ക് വരാം, ആര്യയിലേക്ക് വരാം. ഇപ്പോൾ TS ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻ്റൊക്കെ വിലയിരുത്താനും പുതിയ വിവരങ്ങൾ നൽകാനും. ഹരികൃഷ്ണൻ, എന്താണിപ്പോൾ ഒടുവിലായി മേയറുടെ വാദങ്ങൾ പൊളിയുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളൊക്കെ വരുന്നു. നിയമലംഘനം ആര് ചെയ്തു എന്ന വാസ്തവം അന്വേഷിച്ച് പോകുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ പുതുതായി കഴിയുന്നത്? പ്രജീഷ്, ഇതിൽ രണ്ട് CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് പ്ലാമൂട് ഭാഗത്തു നിന്നുള്ളതും ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻവശത്തു നിന്നുള്ളതും. ഈ ആദ്യത്തെ പ്ലാമൂട് ഭാഗത്തുള്ള ദൃശ്യങ്ങളിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ഒപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച ചുമന്ന വാഗനർ വാഹനവും സമാന്തരമായി വേഗത്തിൽ കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ പ്ലാമൂട് ഭാഗത്ത് സിഗ്നൽ കഴിഞ്ഞിട്ടൊരു വളവുണ്ട്. ആ ഭാഗത്ത് വെച്ചാണ് KSRTC ബസ് അപകടകരമായ രീതിയിൽ പോകുന്നു എന്ന് സച്ചിൻ ദേവ് അടക്കമുള്ളവർ നമ്മോട് പറഞ്ഞത്. അതായത് ഒരു കാറിനെയും ഒരു ഓട്ടോറിക്ഷയൊക്കെ ഇടിക്കാൻ പോകുന്ന തരത്തിലായിരുന്നു ആ KSRTC ബസ് പാഞ്ഞു പോയത് എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. ഈ പ്രശ്നം ഉണ്ടാകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്താണ്. ആ മുൻവശത്ത് KSRTC ബസ്, അപ്പോൾ അവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടായിരുന്നു, ചുമന്ന ലൈറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ബസ് നിർത്തിയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടതുവശത്തുകൂടി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുൻവശത്ത് കൊണ്ട് വാഹനം പാർക്ക് ചെയ്തതിന് ശേഷമാണ് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് അടക്കമുള്ളവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി KSRTC ഡ്രൈവറോട് സംസാരിക്കുന്നത്. അതിനുശേഷം സിഗ്നൽ വീഴുന്ന സമയത്താണെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ആ സമയത്ത് വാഹനം, ഈ മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം അവിടുന്ന് മാറ്റിയിരുന്നുമുണ്ട്. ഈ സമയത്താണ് ഈ തർക്കം ഉണ്ടാകുന്നത്. നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് ആവർത്തിച്ച് ആര്യയോട് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട് KSRTC ബസ്സിന് മുൻവശത്ത് വാഹനം കൊണ്ടിട്ടു, പിന്നെ അത് മാറ്റിയിട്ടു എന്നുള്ള കാര്യം ആര്യ സമ്മതിക്കുന്നുണ്ട്. ഈ രണ്ട് ദൃശ്യങ്ങൾ, പുറത്തു വന്ന രണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഏതാണ്? അതായത് ഹരി, നമുക്കിതിന് ക്ലാരിറ്റിയാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ, പരാതി ആദ്യമേ ഡ്രൈവർ എഴുതി നൽകുന്നു. ഇതിലെ ഗൗരവം ഇതാണ്: ഏതെങ്കിലും തരത്തിൽ സഭ്യതയ്ക്ക് നിരക്കാത്ത അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് സ്ത്രീക്ക് നേരെ ആയാലും അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഈ ആര്യ ചെയ്തത് ഒരു വാഹനം, അത് തിരക്കേറിയ റോഡിലാണ്, അവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട്, അവിടേക്ക് വാഹനം കൊണ്ട് സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ ക്രോസ് ചെയ്യിച്ച് ഒരു തടസ്സമുണ്ടാക്കുന്നു. അതിനപ്പുറത്തേക്ക് മേയർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ആർക്കായാലും, മേയറല്ല ആരായാലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു KSRTC ബസ് നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറിയിക്കാനുള്ള സംവിധാനമുണ്ട്, വേണ്ടുന്ന ടോൾ ഫ്രീ നമ്പറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ വേണമെങ്കിൽ ആ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ കൺട്രോൾ റൂമിലേക്ക് അയക്കാനുള്ള സംവിധാനമുണ്ട്. അതൊന്നും സ്വീകരിക്കാതെ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, റോഡിൽ ക്രോസ് ചെയ്ത് നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് മേയറുടെ ഭാഗത്തു നിന്നും ഒരു പെരുമാറ്റമുണ്ടായതായി മനസ്സിലാക്കുന്നുണ്ടോ?
പ്രജീഷ്, ഈ ചോദിച്ച ചോദ്യം ഇതേപോലെ തന്നെ ആര്യയോട് സംസാരിച്ചപ്പോൾ ചോദിച്ചിരുന്നു. മടങ്ങിയെത്താം. ഇപ്പോൾ ഡ്രൈവർ യദു കൃഷ്ണൻ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. യദുവിന് നല്ല തിരക്കാണെന്നറിയാം, യോഗമുണ്ട്. എങ്കിലും കുറച്ച് സമയം നമുക്ക് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ശ്രീ യദു കൃഷ്ണൻ, വളരെ മോശമായ രീതിയിൽ താങ്കളൊരു സ്ത്രീയോട് പെരുമാറ്റേണ്ട, അല്ലെങ്കിൽ സ്ത്രീയോട് അല്ലെങ്കിൽ ആരെങ്കിലും മോശമായ രീതിയിൽ താങ്കളുടെ ഭാഗത്തു നിന്നും മേയർക്ക് നേരെ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ആര്യ രാജേന്ദ്രൻ പറയുന്നത്. സൗണ്ട് ബൈറ്റ് അതാണ് കേൾപ്പിച്ചത് നേരത്തെ. എന്താണ് സത്യാവസ്ഥ ഉണ്ടായത്? എന്താണ് സത്യം? അത് മാഡത്തിന് എന്ത് വേണോ പറയാമല്ലോ. മാഡത്തിന് പറയാവുന്നത് എന്ത് വേണോ പറയാം. മാഡം ജയിക്കാൻ വേണ്ടിട്ട് പറയുന്നതാണെന്ന് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. അവര് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു, ഗ്രീൻ സിഗ്നൽ കിടന്ന സമയത്ത് വണ്ടി ഓവർടേക്ക് ചെയ്ത് ക്രോസിന് വയ്ക്കുന്നത് വീഡിയോയിൽ തന്നെ ഉണ്ട്. താങ്കൾ ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ യദു? ഞാൻ പൊതുവെ മദ്യവും ലഹരികളൊന്നും യൂസ് ചെയ്യാറില്ല. ഇവര് പോലീസുകാർ വന്ന ഉടനെ തന്നെ എന്നെ ക്രിമിനലെ പിടിച്ചോണ്ട് പോയി ചെക്ക് ചെയ്തതുമാണ്. ചെക്ക് ചെയ്തിട്ട് ലഹരി യൂസ് ചെയ്തിട്ടില്ലെന്ന് തെളിയുകയും ചെയ്തു. പിന്നെ 12 കാലമായപ്പോൾ ഞാൻ പരാതി റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. ആദ്യത്തെ പരാതി. രണ്ടാമത്തെ പരാതി 7 കാലമായപ്പോഴത്തേക്ക് രാവിലെ പിന്നെ രണ്ടാമതൊരു പരാതി കൊടുക്കുകയാണ്. ഈ മാഡം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പരാതികളൊക്കെ കൊടുക്കുകയാണ്. എന്റെ പരാതി മാത്രം മാറ്റി വെച്ചിട്ട് അത് അവർ അധികാര ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ പിന്നെ നമ്മൾ പാവപ്പെട്ടവരായി ദിവസക്കൂലിക്ക് വണ്ടി ഓടണവനായോണ്ട് നമ്മളെ മെക്കെട്ട് കയറാൻ അവര് രണ്ടുപേരും അതാണെന്നുള്ള കാര്യം MLA-യും ഈ മേയറും ആണെന്നുള്ള കാര്യം അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവർ പിന്നീട് കുറെ നേരം വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ അപ്പന്റെ വകയ റോഡ്. അതായത് ഇപ്പൊ ഞാൻ സാധാ ഒരു ജനമായോണ്ടല്ലേ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്നേ അല്ലേ? അവർക്ക് അത്രയ്ക്ക് തൻ്റെ ഇടവും അധികാരം ഉള്ളതുകൊണ്ടല്ലേ നമ്മളെയൊക്കെ ഇങ്ങനെ ചവിട്ടിത്താത്തതും നമ്മളെങ്ങനെ മാത്രം അപമാനിക്കാൻ വേണ്ടിട്ട് എന്നെ ഇത്രയും പാസഞ്ചറിന്റെ മുമ്പ് വെച്ചല്ലേ അപമാനിച്ചത് അവര്. എന്നിട്ട് ഹാൻഡ്സ് ഉപയോഗിച്ചു. ഞാൻ വേറെ എന്തോ കേസ് മേയറെ തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടാണ്? താങ്കൾ ഇവിടുത്തുകാരനാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇവിടത്തുകാരനാണ്, മനസ്സിലാക്കാനെന്ന് വെച്ചാൽ ഞാൻ ചേട്ടന് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ രാവിലെ 2:30 പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാത്രി 10:30, 11 മണി, 9:30 ആകുമ്പോ വണ്ടി ഒതുക്കി വീട്ടിൽ വരുന്നു. ചെന്ന് കട്ടിലിൽ കിടക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. ഈ ഡ്യൂട്ടിയുടെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുന്നു. പത്രവും TV ആയിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഇവരെ അറിഞ്ഞുകൂടാ. ഇവര് സ്കെൽറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് SFIയുടെ ഇതിലൊക്കെ DFIയുടെ മാർച്ചിലൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ണം വെച്ച് അവര് വണ്ണം വെച്ച് ഇരുന്നോണ്ട് എനിക്ക് മനസ്സിലാവാത്തതാണ്. പിന്നെ ഫേസിൽ ഞാൻ ഫേസിൽ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ അറിയാമോ ആര്യ എന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. തന്നെ മേയർ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഫേസിൽ നോക്കിയപ്പോഴത്തേക്കാണ് ശ്രദ്ധിച്ചത്. ഈ സ്കെൽറ്റ് ആയിരുന്നോണ്ട് നേരത്തെ അറിയായിരുന്നു. കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ടു പരിചയമുണ്ട്. അല്ലാതെ ഇത് അല്പസമയം ഇപ്പോൾ മേയർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ, കാരണം ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം താങ്കളൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത്, താക്കോൽ സ്ഥാനത്ത്, നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആളുകൾക്കൊരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് താങ്കൾ അവസാനം ഈ താങ്കൾക്ക് നേരെ ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശമടക്കം നടന്നിട്ടുണ്ട് എന്ന ഒരു പരാതിയിലേക്ക് വരേണ്ടി വരുന്നതായിരിക്കാം? ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. അതായത് താങ്കളുടെ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ. മേയർ കേൾക്കാമെങ്കിൽ. ഇപ്പൊ കേൾക്കാം. മേയർ, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം 27-ന് രാത്രി പ്ലാമൂട് നിന്നും PNGയിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് ഞങ്ങളുടെ കാറിനോട് ചേർന്ന ഇടത്തെ സൈഡിൽ ഒരു KSRTC ബസ് വളരെ ക്ലോസ് ആയി വരികയും അതിനെ തുടർന്ന് ഞാനും എൻ്റെ സഹോദരന്റെ ഭാര്യയും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ടകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അസഭ്യമായ രീതിയിൽ ഒരു ആംഗ്യം കാണിക്കുകയാണ് ചെയ്തത്. തുടർന്ന് വലത്തെ വശത്തോടുകൂടി ആ ബസ് ഞങ്ങൾക്ക് മുന്നിലേക്ക് പാസ്സായി പോയി. അതിനുശേഷമുള്ള സിഗ്നലുകൾ ഓഫായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല.
പാളയം ചാബല്യം കോംപ്ലക്സിന്റെ മുന്നിലെ സിഗ്നലിൽ അദ്ദേഹം വാഹനം നിർത്തിയിട്ടിരുന്നു. സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ ഇറങ്ങി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ തന്നെ തട്ടിക്കയറുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ വിളിച്ച് മിനിസ്റ്ററോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവിടെ വിജിലൻസിന്റെ KSRTC ടീമിനെ മിനിസ്റ്റർ അങ്ങോട്ട് വിട്ടിരുന്നു. അതിനുശേഷം DCPയെ വിളിച്ചു പറഞ്ഞ് പോലീസിനോടും അവിടെ ഈ വിഷയം നടന്നത് പറഞ്ഞതുകൊണ്ട് കന്റോൺമെന്റ് സ്റ്റേഷനിലെ പോലീസ് വന്നാണ് ആ വ്യക്തിയെ അവിടെ നിന്ന് കൊണ്ടുപോയത്. മേയർ ഒരു കാര്യം ചോദിച്ചു, എന്നാൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്ലാമൂട് തൊട്ട് തുടങ്ങുന്ന ഈ വിഷയം, അപ്പോൾ പ്ലാമൂട് കഴിഞ്ഞ് നമുക്കറിയാം അതിൻ്റെ ആ ദൂരം, നഗരത്തിൽ ഗതാഗതം കുറേ ഇങ്ങനെ ഉള്ള സമയം അങ്ങനെ കടന്നു വരുന്നു. അപ്പോൾ അത്രയും മിനിറ്റുകൾ മേയറുടെ കൈവശമുണ്ട്, മേയർക്ക് അത്രയും സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ കൺട്രോൾ റൂമുണ്ട്, നമുക്കൊരു ഫോട്ടോ വേണമെങ്കിൽ എടുത്ത് നമുക്ക് കൃത്യമായി നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആക്ട് പെട്ടെന്ന് തന്നെയാണ്. നഗരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് വലിയ ബുദ്ധിമുട്ട് ഇത്തരത്തിലൊക്കെ ആക്സസ് ചെയ്യാൻ. ഇപ്പോൾ നഗരത്തിലായതുകൊണ്ട് പെട്ടെന്ന് CCTV സർവൈലൻസ് ഉണ്ട്, കൺട്രോൾ റൂമിൻ്റെ പരിധിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എന്തുകൊണ്ട് മുതിരാതെ പോയി? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു 2 സ്ത്രീകളോട് ഒരാള് വളരെ മോശമായ ലൈംഗിക തരത്തിലേക്കുള്ള ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രതികരിക്കാനാണ് നോക്കുക. പ്രതികരണത്തിനോടൊപ്പം തന്നെ ഞാൻ ചെയ്തതാണ് പോലീസിനെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും വിളിച്ചു പറഞ്ഞത്. മിനിസ്റ്ററിനോട് ഞാൻ ഇങ്ങനെ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇറങ്ങി. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിജിലൻസിന്റെ ടീമിനെ വിടാം, അതിനുശേഷം മേയറിന് അവിടെ നിന്ന് പോകാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അപ്പോ നമ്മള് ഇത്തരം ഒരു സാധാരണ മനുഷ്യന്റെ പ്രതികരണമാണ് ഞങ്ങൾ അവിടെ കാണിച്ചത്. അല്ല, പക്ഷേ സാധാരണ ഒരു വ്യക്തി അല്ല ആര്യ. ഇപ്പോൾ പഴയ SFIയുടെ ആര്യയ്ക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ, കാരണം പൊതുസമൂഹത്തിൽ ഒരു ആര്യ ഒരു നടുറോഡിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പറയണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്, മറ്റൊന്നിനുമല്ല. ഞാൻ ചോദിച്ചത് ഈ സീബ്ര ക്രോസിലേക്ക് വാഹനം കയറ്റുന്നു. ആദ്യം മേയർ പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ അന്ന് റെഡ് സിഗ്നൽ അല്ല, അതിനുശേഷം വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമാണ്. അവിടെ ക്രോസ് ചെയ്തിട്ടിടുമ്പോൾ നാളെ എല്ലാവരും ഈ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ പറയാം. അതിനകത്ത് ഇന്നലെ ഈ പറയുന്ന ഡ്രൈവർ തന്നെ നൽകിയ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു എന്നും അവിടെ അദ്ദേഹം വണ്ടി നിർത്തിയിരുന്നു എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പോട്ടെ, ഞങ്ങൾ അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തിയതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ള പൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ആ ബസിന്റെ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ വാഹനം നിർത്തിയത്. ഇപ്പൊ 3 മിനിറ്റും 21 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു CCTVയുടെ ദൃശ്യം എല്ലാ മാധ്യമങ്ങളും അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ ഏതാണ്ട് 2 മിനിറ്റിൽ താഴെയുള്ള ഒരു സമയത്ത് ആ വാഹനം, എന്റെ വീട്ടിലെ സ്വകാര്യ വാഹനം, ആ ബസ്സിന് മുന്നിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം റെഡ് സിഗ്നൽ മാറി അത് ഗ്രീൻ സിഗ്നൽ ആവുമ്പോൾ ആ വാഹനം അവിടെ നിന്ന് മാറ്റി മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും നിങ്ങളെല്ലാവരും പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ഇരിക്കട്ടെ, അതിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ, ട്രാഫിക് നിയമം ഞങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കാൻ, ഈ സീബ്ര ക്രോസിൽ വണ്ടി കൊണ്ടിട്ടതിന് അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്തതിനുള്ള ഫൈൻ അടയ്ക്കാൻ ഞാൻ തയ്യാറാണ്. അത് പോലീസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഡ്രൈവറുടെ പരാതിയും കൂടി ഉണ്ട്. പൂർത്തിയാക്കിക്കോട്ടെ, ഞാൻ ഒറ്റ കാര്യം പൂർത്തിയായിക്കോട്ടെ. ഇതിൽ അദ്ദേഹം കൊടുത്ത പരാതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പോട്ടെ, അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പരിശോധിച്ച് പോലീസ് എന്താണെന്ന് വെച്ചാൽ അതിൽ നടപടി എടുക്കട്ടെ, അതിനകത്തൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വാഹനം, ഒരു ബസിന്റെ മുന്നിൽ ഒരു കാറ് കൊണ്ടിട്ടതാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാനല്ലാതെ മറ്റൊരു സ്ത്രീയാണ് ഈ പറയുന്ന ഡ്രൈവറിനെതിരെ ഇദ്ദേഹം ലൈംഗികമായി ഇത്തരത്തിലൊരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞ് പരാതി തരുന്നത്. നിങ്ങൾ ആരുടെ ഭാഗത്താ നിൽക്കുക? സ്വതന്ത്രമായി പറഞ്ഞാൽ മതി. ആരുടെ ഭാഗത്താ നിൽക്കുക? ആ യുവതിയുടെ ഭാഗത്താ നിൽക്കുക. ഇദ്ദേഹത്തിന് ഇപ്പൊ തന്നെ പോലീസിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഇദ്ദേഹം അശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുന്ന വ്യക്തിയാണെന്നുള്ള 2 കേസുകൾ, ഒന്ന് തമ്പാനൂർ സ്റ്റേഷനിലും അതുപോലെ തന്നെ പേരൂർക്കട സ്റ്റേഷനിലും മറ്റൊരു സ്ത്രീ തന്നെ കൊടുത്ത പരാതി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അന്ന് ഇദ്ദേഹം ഒരു പ്രൈവറ്റ് വാഹനം ഓടിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രൈവറ്റ് വാഹനം ഓടിച്ച് RMSന്റെ മുന്നിലെ നമ്മുടെ KSRTC ബസ്സിനെ നേരെ ഇടിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വാഹനത്തിലുള്ളവർക്കും KSRTC ബസ്സിന് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലെ ഒരു സ്ത്രീക്കും പരിക്ക് പറ്റിയതിനെ തുടർന്ന് ആ സ്ത്രീയാണ് അതിലെ പരാതിക്കാരി. ഇനി നേമം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. അതിന്റെ വിവരം ഇതുവരെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇദ്ദേഹം മറ്റൊരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹം ഇതേ സംഭവം നേരത്തെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളത് പരിശോധിക്കണ്ടേ? എവിടെയും മാധ്യമങ്ങൾ മറ്റൊരു സ്ത്രീയെ അദ്ദേഹം ഇങ്ങനെ ഇതുപോലെ സമാനമായ ഒരു വിഷയം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നില്ല.
അതിനേക്കാൾ അത് വലിയ വേണം, പ്രശ്നമായി അതിന് നിങ്ങൾ clarity ഹൈലൈറ്റ് വേണം. ചെയ്യപ്പെടുന്നത് തീർച്ചയായും വേണം. അല്ല അത് അല്ല ചെയ്തെങ്കിൽ അത് അതിനേക്കാൾ ശിക്ഷിക്കപ്പെടണം. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പ്രശ്നം എന്താ? അതിനേക്കാൾ നിങ്ങൾ വളരെ highlight പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒറ്റ മിനിറ്റ് ഞാനൊരു ട്രാവലിംഗിലാണ്. ദയവായി നിങ്ങൾ ഒരു സമയം തരണം. ഞാൻ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എന്നോട് ഇവിടെ ലൈവിൽ വരാൻ പറഞ്ഞു. ഞാൻ എന്റെ ഒരു യാത്രയായതുകൊണ്ടാണ് ടെലിയിൽ ചേർന്നത്. ഇതേ സമാനമായ വിഷയം കാണിച്ച ഒരു കുറ്റവാളി എന്നോടും എന്റെ കുടുംബത്തിനോട് ഇത് കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് വലുത് ഞങ്ങൾ സീബ്ര ക്രോസിംഗിന്റെ ഫ്രണ്ടിൽ വണ്ടിയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. വലിയ ദുഃഖം തോന്നുന്നുണ്ട് നിങ്ങളോട്. തീർച്ചയായും അത് കേസെടുക്കണം. അതിനുള്ള ആർജവമുള്ള ഒരു സർക്കാരുമായുള്ള അധികാര സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഉള്ളതാണ് മേയർ. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ആ വ്യക്തി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ശിക്ഷ അനുഭവിക്കാനാണ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമുക്ക് അന്വേഷണ സംവിധാനങ്ങൾ വേണ്ടുന്നത്. ആര്യ രാജേന്ദ്രൻ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് അന്വേഷണമുണ്ടല്ലോ, എല്ലാത്തിനും നമുക്ക് അന്വേഷണമുണ്ട്. അതിന്റെ യഥാവിധി കേസ് എടുക്കുന്ന സംവിധാനമുണ്ട്. ഒന്നുകിൽ മേയർക്ക് ആ സംവിധാനത്തെ വിശ്വാസം ഉള്ള ആളാണല്ലോ. നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പോലീസിനെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും ആ വിഷയം അറിയിച്ചത്. അദ്ദേഹത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പോലീസ് വന്നതിന് ശേഷം അദ്ദേഹം ഇറങ്ങുകയും അതിനുശേഷമാണ് യാത്രക്കാർ അവിടെ നിന്ന് പോവുകയും ചെയ്തത്. നിങ്ങൾ ആ സമീപത്തുള്ള ആളുകളോട് ചോദിച്ചാൽ മതി, വേറെ ആരോടും ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കരുതുക. അദ്ദേഹം കാണിച്ച അദ്ദേഹം കാണിച്ച പ്രശ്നങ്ങളെക്കാൾ വലുതാണോ? അദ്ദേഹം ഇപ്പൊ ഇതിന്റെ ഇടയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം തെല്ല് പോലും അങ്ങേക്ക് കുറ്റബോധത്തിന്റെ അല്ല, ഒറ്റ കാര്യം എന്നെ നമ്മളെ പോലെ എല്ലാവരും ഇങ്ങനെ പ്രതികരിക്കണം. അതായത് നമുക്കതിനുള്ള സംവിധാനമുണ്ട്. അതിനാണ് ഇവിടെ പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് ഞാൻ പറഞ്ഞ് തരേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ അവിടെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നം, ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് കാറ് ക്രോസ് വാഹനം തടയുമ്പോൾ നാളെ ഇതുപോലെ KSRTC ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പേരുടെ ഭാഗത്തു നിന്ന് ഇത്തരം തെറ്റ് കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞെരിച്ച് കൊണ്ടുവന്ന് സൈഡിൽ കയറ്റിയാണ്. അപ്പോൾ ഞാനവിടെ തീർച്ചയായും ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തു, ബാക്കിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. ഞാൻ നേരെ കൺട്രോൾ റൂമിൽ നമ്മുടെ പട്ടം ഞാൻ പറയുന്നില്ല, ഞാൻ മേയറെ പോലെ എല്ലാവരും ചിന്തിച്ച് വാഹനം ക്ലോസ് ചെയ്താൽ എന്തായിരിക്കും നഗരത്തിന്റെ അവസ്ഥ? ദയവായി ഇത് മനസ്സിലാക്കണം. ഇത് വാഹനം സൈഡ് തരാത്ത പ്രശ്നമോ വാഹനം ഇടിക്കാൻ വന്ന പ്രശ്നമോ മാത്രമല്ല. രണ്ട് സ്ത്രീകളെ നോക്കി ലൈംഗിക ചേഷ്ടയോടുകൂടി ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ ആ നടുറോട്ടിൽ പ്രതികരിക്കാതെ ഞാൻ പിന്നെ പോയി കേസ് കൊടുക്കാന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഞാൻ അങ്ങനെ കേസ് മാത്രം കൊടുത്തതാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ വിഷയം അറിയോ? നാളെ ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്ത്രീയോടും കാണിക്കാൻ പാടില്ല. അത് മേയറാകട്ടെ, MLA ആകട്ടെ, സാധാരണ സമൂഹത്തിലെ ഏതൊരു സ്ത്രീയുമാകട്ടെ, ഇദ്ദേഹം പണ്ട് നേമം പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മറ്റൊരു സ്ത്രീയോട് കാണിച്ചതുപോലെ ആകട്ടെ, അത് നമ്മൾ നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് കൂടിയാണ് ആര്യരാജൻ പറയുന്നത്. മേയർക്ക് പോലും നാട്ടിൽ രക്ഷയില്ല, മേയർക്ക് പോലും സുരക്ഷിതമായി ഈ നാട്ടിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അതൊരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. താങ്കൾ ചുരുക്കി കാണരുത്. അത് നാടിന്റെ ഗതികേടല്ല. അദ്ദേഹം കാണിക്കുന്ന തെറ്റുകളെ നാടിന്റെ ഗതികേടെന്ന ഒറ്റ വാക്കിൽ പറയരുത് ദയവായി. മനസ്സിലായില്ലേ? ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകളെ ഞാനൊരു KSRTC ജീവനക്കാരനെതിരെ നീങ്ങിക്കഴിഞ്ഞ് ഞാനൊരു റോഡ് വാഹനം കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ അവനോ അവളോ ആയിക്കോട്ടെ, ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ആ സർവീസ് മുടക്കി അതിൻ്റെ ഉത്തരവാദി ഞാനായിരിക്കണം അതിന് പിഴ കൊടുക്കേണ്ടത്. പിന്നീടാണ് നിയമ സംവിധാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്നപ്പോൾ ഇദ്ദേഹം KSRTCക്ക് ഒരു പരാതി കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ വിസ്മരിച്ച പോലെ തീർച്ചയായും ആര്യ രാജേന്ദ്രന് ഏതെങ്കിലും തരത്തിൽ മോശമായ ആര്യെന്നല്ല ഏത് സ്ത്രീക്കും ഉണ്ടായെങ്കിൽ അതിൻ്റെതായ ശക്തമായ നിയമ നടപടിയിലേക്ക് പോകണം. പക്ഷേ മറിച്ചൊരു സന്ദേശം മേയറുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എല്ലായിടത്തും പോയി പറയുന്നത് സ്ത്രീകൾ പ്രതികരിക്കാൻ പഠിക്കണമെന്ന് നമ്മൾ പറയുന്നത്. സ്ത്രീകളെ നോക്കി ഒരാൾ ഇത്തരത്തിൽ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചേഷ്ടയോടുകൂടി അദ്ദേഹത്തിന് എന്നോട് മാത്രമല്ലല്ലോ, മുൻപൊരു അനുഭവം എന്താ? കേസുള്ള വിഷയമല്ലേ, FIR ഉള്ള വിഷയമല്ലേ? ഒരു നേമം പോലീസ് സ്റ്റേഷന് കീഴിലെ 2017 മറ്റുള്ളൊരു കേസാണ് ഞാൻ ഈ പറയുന്നത്. മറ്റൊരു സ്ത്രീയോട് അദ്ദേഹം ഇതിനേക്കാൾ മോശമായ രീതിയിൽ നഗ്നതാ പ്രദർശനം നടത്തിയിരിക്കുന്നു കേസിൽ. അത് മീഡിയയുടെ കയ്യിലുള്ള FIR റിപ്പോർട്ട് തന്നെയാണ്. മീഡിയ അത് വിസ്മരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു സാധനം മേയർക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ? എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും അതുണ്ട്.
തീർച്ചയായും അങ്ങനെയെങ്കിൽ വളരെ എന്തായാലും സമയക്കുറവുണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയമാണ് മേയർ പങ്കുവയ്ക്കുന്നത്. ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് KSRTC ഇതുവരെ വാഹനത്തിൻ്റെ വളയം കുടിപ്പിച്ചത്. ആ വ്യക്തിയാണിപ്പോൾ ആര്യയോട് അങ്ങനെ പെരുമാറിയത് എന്നാണ് മേയർ പറയുന്നത്. വളരെ നന്ദി നമ്മോട് പ്രതികരിച്ചത്. ശ്രീ യദു കൃഷ്ണൻ, താങ്കൾക്കെതിരെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ 2 കേസിന്റെ നിജസ്ഥിതി എന്താണ്? 2 കേസിന്റെ നിജസ്ഥിതി ഞാൻ പറഞ്ഞുതരാം. എന്റെ നേമത്താണ് വീട്, നേമം ജംഗ്ഷനിലാണ്. എന്റെ ചേട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പം ചേട്ടൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റുകാരും ഞാനും കൂടെ ഉടക്കായി, ഭയങ്കര പ്രശ്നമായി. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരുത്തിയാണ് കൊണ്ടുവന്ന് പരാതി കൊടുത്തിരുന്നത്, നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെല്ലാരും ഇങ്ങനെ സ്ത്രീകളുടെ അടുത്ത് അപമര്യാദ പെരുമാറുന്ന എന്നും പറഞ്ഞുകൊണ്ട് നഗ്നതാ പ്രദർശനമാണ് ഇവർക്ക് വിജയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ആ 2 മിനിറ്റുള്ള വീഡിയോ എന്നൊക്കെ മാഡം വലിയ ഘോരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു KSRTC ബസ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോടതിയിൽ പോയി ജഡ്ജി എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ജഡ്ജി താങ്കൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ജഡ്ജി ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇല്ല. അപ്പൊ ആ യുവതിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇത് കണ്ടായിരുന്നോ? ഇത് ഞാൻ കണ്ടില്ല, ഈ പയ്യനെ പോലെയാണ് ഇരുന്നത്, പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കോടതി ജഡ്ജി അപ്പം താങ്കളെ നിരപരാധികം വിട്ടയച്ചിരിക്കുന്നു, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തോണ്ട് നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു പേപ്പർ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവര് പാർട്ടിയുടെ സ്വാധീനത്തിന്റെ പുറത്ത് എന്നെ പലതും പറയാ, എന്നെ എത്രയും മാത്രം നാണം കെടുത്തിട്ട് അവർക്ക് തികഞ്ഞില്ല. അവർ ഇത്രയും റോഡിൽ വെച്ച് ഇത്രയും ഷോ കാണിച്ച് മേയർ പറയുന്നത് പോലെയാണെങ്കിൽ ഒരു നഗരത്തിന്റെ ഒരു നഗര പിതാവ് സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മേയറോടാണ്. അപ്പോൾ ആ സ്ഥാനം മറ്റൊന്ന് MLA ആണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇനി ഈ സ്ഥാനത്ത് താങ്കൾക്കെതിരെ, താങ്കൾ താൽക്കാലിക ജീവനക്കാരനാണെന്നാണ് മനസ്സിലാക്കുന്നത്, താങ്കളോട് ഡ്യൂട്ടിയിൽ കയറണ്ട എന്ന് പറയുന്നു. അതൊരു ദീർഘകാലത്തേക്കായിരിക്കുമോ? എന്താണ് ഒരു ഒഫീഷ്യലി ഒരു അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല. ഞാൻ ഇപ്പം എന്റെ ഡ്യൂട്ടിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടിയുടെ ഇതിന് ചെല്ലാൻ പറഞ്ഞിട്ട് പിന്നീട് വിളിച്ചു രാവിലെ പറയുകയാണ് ഡ്യൂട്ടിക്ക് വരണ്ട, ഇന്ന് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം DTO കാണാനാണ് ഇപ്പൊ ഡ്യൂട്ടിക്ക് തമ്പാനിലോട്ട് പോവുകയാണ്. DTO എന്താണ് അറിവെന്നുള്ളത് അറിയത്തില്ല. പിന്നെ ഇവര് ഈ ഡോറ് തുറന്നതാണ്. ഈ സഹോദരൻ എന്ന് പറഞ്ഞ വ്യക്തി കാറിനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിട്ടിട്ട് നിന്റെ അപ്പന്റെ വകയാണോ റോഡ് എന്ന് പറഞ്ഞു. ഞാൻ ഇവര് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് തിരിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് ഞാൻ അലയ്ക്കുന്നതുകൊണ്ട് അവര് സംസാരിക്കാതെ ഇരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് എനിക്ക് തയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. KSRTC ബസ്സിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചെന്ന് പറയുന്നത്. KSRTC ബസ്സിന് ബ്രേക്ക് ഇല്ലാതെ ഒരു കാറിൽ കൊണ്ടുവന്ന് ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചപ്പോ തൊട്ട് ബാക്കിൽ എന്ന് പറഞ്ഞ ബസ്, ഞാൻ പ്രൈവറ്റ് ബസ്സാണ് ഓടിച്ചത്, ഞാനും നല്ല രീതിയിൽ ചവിട്ടി. അവൻ പെട്ടെന്ന് പോയിട്ട് സ്പീഡിൽ ബ്രേക്ക് ചവിട്ടിയപ്പോ എന്റെ വണ്ടിയും ബ്രേക്ക് കിട്ടാതെ KSRTC ബസ്സിൽ പോയി ഇടിച്ച കേസാണ് ഇവര് പറയുന്നത്. ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഇവര് ഈ നഗ്നതാ പ്രദർശനം അത് കാണിച്ചു, ഇത് കാണിച്ചു, അത് കാണിച്ചു എന്ന് പറയുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു കേസ് ഉള്ളത്, കേസ് കോടതിയിൽ വരെ പോയി നോക്കാൻ പറയാത്തുണ്ട്. ഈ കേസ് നിലനിന്നിട്ടുണ്ടോ, ഈ കേസ് നിലനിൽക്കുന്നുണ്ടോ, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എന്നെ ശിക്ഷിക്കണമല്ലോ. ലഹരി ഉപയോഗിച്ചതായി പറയുന്ന അവിടെ ഒരു കവർ താങ്കൾ ആ സമയത്ത് തന്നെ. അതല്ല ഞാൻ ചോദിച്ചത്, നഗ്നതാ പ്രദർശനം കാണിച്ചു എന്ന് ഒരു കേസ് നിലനിൽക്കുന്നെന്ന് പറഞ്ഞില്ലേ? നമ്മൾ കേട്ടിരിക്കുന്നത്. ഇനി അതിന്റെ തീർച്ചയായും താങ്കളാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അല്ല ഇപ്പൊ മാഡം പറഞ്ഞല്ലോ, ഇപ്പൊ മാഡം പറഞ്ഞു മാഡത്തിന്റെ ഇത് പേപ്പർ ഉണ്ടെന്നല്ലേ പറയുന്നത്. സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മേയർ കട്ട് ചെയ്ത് പോയത്. ഞാൻ ചോദിക്കുന്നത് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ അവര് കള്ളത്തനമാണ് പറയുന്നത്. അവര് കള്ളത്തനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ വീഡിയോ. ലഹരി ഉപയോഗിച്ചോ ആ സമയത്ത്? ഇല്ല ചേട്ടാ, ഇപ്പോഴും എന്റെ കൂടെ ചാനലുകാർ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം എന്റെ സംസാരം കേട്ടു ഞാൻ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അവരൊക്കെ ആർക്കും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി ആ ഡോക്ടർ വരെ ചെക്ക് ചെയ്ത കാര്യമാണ്. ഇവര് തന്നെ ഈ പറയുന്ന ഇവര് തന്നെ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും ഇവരെ പാർട്ടിയും ഇവരൊക്കെ ആളുകളൊക്കെ മനഃപൂർവ്വം എന്നെ എന്തോ ദ്രോഹിക്കും പോലെ. ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല. അവരാദ്യം അത് മനസ്സിലാക്കണം. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, BJP അല്ല. അവര് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഏതോ പാർട്ടിയിലുള്ളവനെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചുമ്മാ കിടന്ന് ഇങ്ങനെ പറയുന്നത്. അവര് ചെയ്ത തെറ്റാണെന്നും അവർക്ക് പണി കിട്ടുമെന്നും അറിഞ്ഞിട്ട് മീഡിയാസ് ഏറ്റെടുത്ത് മീഡിയാസും
ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ന്യായമില്ലാത്ത കാര്യങ്ങൾ, അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും അത് പറയുന്നത്. വ്യക്തത വരുത്തേണ്ടതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. താങ്കൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനും താങ്കൾ എന്തായാലും അതിന്റെ ആ രീതിയിലേക്കൊക്കെ ഈ കേസ് പോകേണ്ടിയിരിക്കുന്നു. മേയർ പറഞ്ഞതുപോലെ നടുറോഡിൽ വെച്ച് ഇത്തരത്തിൽ മേയറോട് ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമേറിയതാണ്. പോലീസ് ഈ സംഭവത്തിൽ വിശദമായി തന്നെ അന്വേഷണം നടക്കണം. നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നേരെയും ഒക്കെ തന്നെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാരും KSRTC മന്ത്രിയും ഒക്കെ തന്നെ അതീവ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.